വയറ് നിറഞ്ഞിരിക്കുന്നതിനാൽ ആ വയറ് പൊട്ടിപ്പോവുകയും ദേഷ്യം വന്ന ഗണപതി ഭഗവാൻ ആ നാഗത്തെ എടുത്ത് വയറിന് ചുറ്റും വലിച്ചു കെട്ടി ആ മോദകത്തെ നിർത്താൻ ശ്രമിച്ചു. ഇത് മുകളിൽ നിന്ന് കണ്ട ചന്ദ്രൻ ഗണപതിയെ പരിഹസിക്കുകയും ആ ദിവസം ചന്ദ്രനെ ആരും രക്ഷിക്കില്ല എന്ന ഗണപതിയുടെ വാക്കും അവിടെ ഉണ്ടായതായിട്ട് മറ്റൊരു പുരാണത്തിലും പറയുന്നു. അങ്ങനെയാണ് നാഗയജ്ഞോപവീതനായിട്ട് ഭഗവാൻ അറിയപ്പെടുന്നത്. എന്തായിരുന്നാലും ഗണപതി എന്നുള്ള ഒരു സങ്കല്പം വളരെ പ്രാധാന്യമർഹിക്കുന്നു ഹിന്ദു മത സംസ്കാരത്തിന്. മൂലാധാരസ്ഥിതോക്തി നിത്യം എന്നാണ് പറയാം. എന്നുവെച്ചാൽ എല്ലാത്തിന്റെയും മൂലാധാരത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ദേവതയെയാണ് ഗണപതി ഭഗവാൻ എന്ന് നമ്മൾ പറയാം. ആ ശരീരം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വയറിന് ചേരാത്ത ആ തലയും ശരീരത്തിന് ചേരാത്ത തലയും തുമ്പിക്കൈയും കൈകളും, അതായത് മൂഷികനെ ഇത്രയും ഭീകരനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ആ ഭഗവാൻ കേവലമൊരു എലിയുടെ പുറത്തേറി സഞ്ചരിക്കുക, അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു രൂപവും സങ്കല്പവുമാണ് ഗണപതി ഭഗവാന്റെ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ തത്വമാണ് ഗണപതി എന്നത് പറയാം.